ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പും അഖിലിനെ വിളിച്ച് സംസാരിച്ചൊരു വ്യക്തിയാണ്. ഓക്കെ ആയിട്ടിരിക്കുക എന്നല്ലാതെ നമുക്കൊന്നും പറയാനില്ല ഈ വിഷയത്തിൽ. പിന്നെ അഖിലിൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ അഖിൽ ആരെയും ബ്ലെയിം ചെയ്യില്ല. ഓക്കെ, എസ്പെഷ്യലി ഈ കേസിലൊക്കെ അഖിലിന് പറയാനുള്ള എത്രയേ ഉള്ളൂ, പോയൊരു പോയി, കഴിഞ്ഞത് കഴിഞ്ഞു, ലീവ് ഇറ്റ്. എന്താണ് അഖിലന്നാവതി വിഷയത്തിൽ സംഭവിച്ചത്? കൊല ആടും പോയനടാ. ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫിയർ ഉള്ള ആൾക്കാർ മാക്സിമം എത്താൻ പോകുന്ന ക്യാമറ പിന്നെ വരായിരിക്കും. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അല്ലെങ്കിൽ ക്യാമറ അവിടെ പറ്റത്തുള്ളൂ. പക്ഷെ ഉള്ളിൽ ആഗ്രഹമുള്ളതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എത്തണം എന്നെ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എന്റെ മൈൻഡിന്റെ ബോഡി കണ്ടെത്തിയ ഒരു സംഭവമാണ് ഈ പറഞ്ഞ ഓവറായി. ഇവന് സൈലന്റ് അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് ഒരു ഫിയർ മാറ്റാനായിട്ട് ഒരാളുടെ ഒരു സപ്പോർട്ട് എടുക്കും, ഒരു കൗൺസിലറിനെ കാണും, ഒന്നും അങ്ങനത്തെ ഒരു സംഭവം സ്വന്തമായിട്ട് എനിക്ക് മാറ്റി ഓൾറെഡി കുറെയൊക്കെ മാറിയിട്ടുണ്ട്. നേരത്തെ ഇത്രയും വ്യക്തമായിട്ട് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഉള്ളിൽ വെച്ച് സംസാരിക്കാൻ പറ്റത്തില്ല. ആദ്യം തന്നെ അഖിലന്നാടി ബ്രോയോട് ഞാൻ മാപ്പ് വയ്ക്കുന്നു. ഓക്കെ, ബ്രോനെ പറ്റി ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തു. പക്ഷെ അതിൽ ഞാൻ ഒന്നും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ഒരൊറ്റ കാര്യങ്ങൾ പോലും ബ്രോനെ പറ്റി മോശമായിട്ട് പറഞ്ഞിട്ടില്ല. വീഡിയോ ഫുള്ള് കാണാതെ ആളുകൾ വന്ന് എന്നെ ഇനി പറയാനൊരു തെറിയില്ല, എൻ്റെ ഭാര്യ എൻ്റെ വീട്ടുകാരെ ഒന്നും പറയാനൊരു തെറിയില്ല. ഓക്കെ, ശരിക്കും ബ്രോയുടെ വേദനയും ബ്രോയുടെ പെയിനും എനിക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റും. കാരണം വിവാഹത്തിന് മുന്നേ എനിക്കും ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പ്, 6 വർഷത്തെ റിലേഷൻഷിപ്പ്. ഓക്കെ, ഇന്റർകാസ്റ്റ് ആയതിൻ്റെ പേരിൽ പുള്ളിക്കാരി ഇട്ടിട്ട് പോയി. ഇപ്പം ഞാനൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ ഇപ്പം പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആ ഒരു പെയിൻ നല്ലപോലെ അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. 6 വർഷത്തെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയപ്പോൾ ഏറ്റവും കൂടുതൽ പെയിൻ അനുഭവിച്ച വ്യക്തി ഞാനാണ്. കാരണം എന്നെ ചതിച്ച് വഞ്ചിച്ചിട്ടാണ് പുള്ളിക്കാരി പോയത്. ഓക്കെ, ഡിപ്രഷനായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് വരെ എടുക്കേണ്ടി വന്നു അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് അനുഭവിച്ചു. ട്രീറ്റ്മെൻറ്റ് വരെ എടുത്തിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വിധമെങ്കിലും ഒന്ന് ഓക്കെ ആയി മാറി വന്നത്. സത്യം പറയാലോ, സ്ലീപ്പിംഗ് പിൽസ് വരെ എടുത്തിട്ടുണ്ട്. ഇപ്പം എന്നെ വന്ന് തെറി പറയുകയും എന്നെ വന്ന് കുറ്റം പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകളോടാണ് ഞാൻ വീണ്ടും മാപ്പ് വയ്ക്കുന്നു. ശരിക്കും ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടി പറയുകയാണ്. ബ്രോയ്ക്ക് വലിയ മനക്കെട്ടിയൊന്നും ഇല്ലെന്നും ഒക്കെ ശരിക്കും എനിക്കറിയാം. ഞാൻ ബ്രോയെ ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ വേദനിപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് 2 വീഡിയോയിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ബ്രോയെ സപ്പോർട്ട് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ആളുകൾ വന്ന് പറയുന്നത് മൊത്തം എനിക്കെതിരാണ്. ഓക്കെ, സോഷ്യൽ മീഡിയ ആണ്. ഓക്കെ, എന്തൊക്കെയായാലും പിന്നെ ബ്രോ തിരിച്ചു വരണം, നല്ല നല്ല വീഡിയോസ് ഇട്ട് തിരിച്ചു വരണം. എനിക്കറിയാം എൻ്റെ പെങ്ങളുടെ കുഞ്ഞുങ്ങൾ വരെ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ പോലും ബ്രോയുടെ പഴയ വീഡിയോസ് അടക്കം വരുന്നത് കാണാറുണ്ട്, ഇപ്പോഴും കാണാറുണ്ട്. ഒരുപാട് ഫാമിലി ഓഡിയൻസ് ബ്രോയ്ക്കുണ്ട്. അവരെല്ലാം ബ്രോയുടെ തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. നല്ലൊരു കംബാക്ക് തന്നെ ബ്രോ നടത്തണം. അത് നടത്തിയേ പറ്റൂ. നമുക്ക് വിധിച്ചത് നമുക്ക് എപ്പോഴായാലും കിട്ടും. നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടാത്തത് നമ്മളെ വിട്ടുപോകും. അങ്ങനെ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ സീക്രട്ട് ഏജൻറ്റ്, വിക്കി തഗ് ഇവരൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സീക്രട്ട് ഏജൻറ്റിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പും അഖിലിനെ വിളിച്ച് സംസാരിച്ചൊരു വ്യക്തിയാണ്. ഓക്കെ ആയിട്ടിരിക്കുക എന്നല്ലാതെ നമുക്കൊന്നും പറയാനില്ല ഈ വിഷയത്തിൽ. പിന്നെ അഖിലിൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ അഖിൽ ആരെയും ബ്ലെയിം ചെയ്യില്ല. ഓക്കെ, എസ്പെഷ്യലി ഈ കേസിലൊക്കെ അഖിലിന് പറയാനുള്ള എത്രയേ ഉള്ളൂ, പോയൊരു പോയി, കഴിഞ്ഞത് കഴിഞ്ഞു, ലീവ് ഇറ്റ്. പിന്നെ എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ സീൻ വന്നാലും ഇങ്ങനത്തെ ഒരു പ്രൊഫൈലാണത്, വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോബ്. അപ്പോൾ ഐ ഹാവ് ടു ഡു വീഡിയോ. അപ്പോൾ ഞാൻ എന്തായാലും അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തായാലും വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തും. കാരണം കമൻറ്റ് ബോക്സിനകത്തും പേഴ്സണൽ മെസ്സേജിനകത്തും അഖിലിൻ്റെ വിഷയം സംസാരിക്കുന്നുണ്ട്. ഓബിയസ്ലി ആ പുഷ് എനിക്ക് വരും. ഐ ഹാവ് ടു ഡു ദിസ്. ബട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അഖിലിൻ്റെ കേസ് സോഷ്യൽ മീഡിയയിൽ ഞാൻ ആദ്യം കണ്ടത് ആരാ എന്താണെന്നൊന്നും പറയാതെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് വന്നു. അതിൽ ആരുടെ പേരും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ഏറ്റവും വലിയ വഞ്ചനയാണ് അവിഹിതം എന്ന കഴപ്പ് പിടിച്ച പരിപാടി, വഞ്ചിക്കപ്പെട്ടവൾ ഭൂമി പിളർന്നു പോയിരുന്നെങ്കിൽ എന്ന് ഒറ്റ നിമിഷം ചിന്തിച്ചു കാണും, എൻ്റെ കഴിവുകേട് എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തൽ, നാണക്കേട് വേറെ, ഹാർട്ട് ബ്രേക്ക് വേറെ, തൻ്റെ കൂടെ ലൈഫ് പങ്കിട്ട ആൾ മറ്റൊരാൾക്കൊപ്പം അതേസമയം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നാകുന്ന മൈരു മൊമെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനൊരു സാധനമാണോ ഞാൻ ആദ്യം ഫേസ്ബുക്കിൽ കണ്ട സമയത്തും എനിക്കിത് ആരെക്കുറിച്ചാണ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊന്നും ഐഡിയ നമുക്കുണ്ടാവില്ലല്ലോ. ബട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് പോയി നോക്കുമ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായിട്ട് ഇന്ന വ്യക്തിയാണെന്നുള്ളത് പുറം ലോകത്തിനെ അറിയിക്കാൻ വേണ്ടി തന്നെ ഇട്ട സാധനങ്ങളാണ് ആകുന്നതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ പോയപ്പോൾ ഇറ്റ്സ് റിലേറ്റഡ് അഖിൽ NRD എന്ന് മനസ്സിലാവുന്നു ഇന്നലെ തന്നെ.
പിന്നെ ലേറ്റർ ഒരു രാത്രി ആയപ്പോഴത്തേക്ക് ഒരു ലോഡ് വോയിസുകൾ, അത് ഈ അഖിലൻ ആർടീൻ്റെ വീടിനടുത്തു നിന്നുള്ള പയ്യന്മാരാന്നൊക്കെ പറഞ്ഞ കുറേ വോയിസുകളാണ് എനിക്ക് കിട്ടിയത്. ആ വോയിസും ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല. അതിൻ്റെയൊക്കെ ഒരു ഹാപ്പിനെസ് ഉണ്ട് ആൾക്കാർക്ക്. അതായത് ഒരാളുടെ ലൈഫിന് തകർന്നു പോയപ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ ഭാര്യ ഒളിച്ചോടി എന്നൊക്കെ പറയുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ്. ഞാൻ ആലോചിക്കുന്നത് ഈ നാട്ടുകാർ ചിന്തിക്കുന്നില്ലേ അവർക്കും നാളുകളിൽ ഇതേപോലൊരു ഇഷ്യൂ ലൈഫിൽ സംഭവിച്ചാൽ എന്തായിരിക്കുമെന്ന്. ഇവരൊക്കെ പബ്ലിക്കിലുള്ള സെലിബ്രിറ്റി ഫേസുള്ള മുഖങ്ങളാണ്, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള മുഖങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ഇവരുടെ ഒളിച്ചോട്ടും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അത് കുറച്ചും കൂടി ഒരു മെച്യൂറായിട്ട് ഈവൻ കമൻറ്റ് ബോക്സും വീഡിയോ ചെയ്യുന്ന ഒരു ഓഡിയൻസും കൂടി എടുക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ ഈ വിഷയങ്ങളിൽ. ശരിക്കും പുള്ളീൻ്റെ മാനസികാവസ്ഥ അത്രയ്ക്ക് മോശമായിരിക്കും. അതുകൊണ്ടായിരിക്കാം പുള്ളി ഇതിനെപ്പറ്റി ഒന്നും പറയാത്തതും. എനിക്കൊന്ന് 2-3 ദിവസമായി തോന്നുന്നു പുള്ളിക്കാരി പോയിട്ട് തന്നെ. ഓക്കെ, 2 ദിവസം 8-ാം തീയതി എന്തോ പോയതാണ്. അപ്പോൾ സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞിട്ടല്ലോ, സീക്രട്ട് ഏജൻറ്റിന് പുള്ളീൻ്റെ വീട്ടിനടുത്തുള്ള, അതായത് അഖിലിൻ്റെ വീട്ടിനടുത്തുള്ള ആളുകൾ വരെ വോയിസ് അടക്കം അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു, ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? എന്തൊരു നികൃഷ്ട സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ വീണ്ടും പറയാണ്, ഞാനിട്ട വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടിട്ട് വേണമെങ്കിൽ എന്നെ തെറി വിളിച്ചു. അതിൽ ഞാൻ മാന്യമായിട്ടുള്ള രീതിയിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ സംസാരിക്കുന്നത്. ഞാൻ അഖിലിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. അഖിലിന് മെൻ്റൽ സപ്പോർട്ട് കൊടുത്താണ് സംസാരിക്കുന്നത്. ഓക്കെ, അതിലെനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ കഴിഞ്ഞ ദിവസം രാത്രി തൊട്ടേ ഒരുപാട് സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലടക്കം ഒരുപാട് പോസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കമൻസ് എടുത്ത് നോക്കുമ്പോൾ ഫുള്ള് ഫേക്ക് ഐഡികളിൽ നിന്നും അഖിലൻ ആടിയുടെ വൈഫ് ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരിങ്ങനെ കമൻസ് വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമാണ്. ഒരാൾ കഷ്ടപ്പെട്ട് വന്ന് അയാൾ രക്ഷപ്പെടുമ്പോഴത്തേക്കും അയാളെ ഇഷ്ടമല്ലാത്തൊരു രീതി. ഓക്കെ, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടന്നത്. അഖിലൻ ആടിക്ക് സംഭവിച്ചതും അതാണ്. കാരണം അഖിലൻ ആടിയുടെ ഈ ഒരു വിഷമത്തെ ശരിക്കും ആസ്വദിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മുടെ വിക്കി തഗ്ഗിൻ്റെ വിക്കിയുടെ കൂടെ പഠിച്ചതാണ് ശരിക്കും അഖിലൻ ആടി. അവർ ഒരുമിച്ചൊരു കോളേജിലാണ്, എനിക്കൊന്ന് പന്തളം NSS കോളേജിലാണ് പഠിച്ചത് പോലും. ഓക്കെ, അപ്പോൾ വിക്കിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ജസ്റ്റ് കേട്ടോ. ബ്ലോഗറുടെ ഭാര്യ ഒളിച്ചോട്ടുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോഴത്തെ ചർച്ചാ വിഷയമായത് ഒരു തന്നെ പെണ്ണുമ്പുള്ള അവളിട്ടത്തിനോ എന്തെങ്കിലും കാരണത്തിന്റെ പുറത്തോ പോയി എന്തുവാ വിഷയം എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നൂറിനാട് സ്റ്റേഷനിൽ ഒന്ന് തിരക്കണം. അല്ലാതെ ചുമ്മാ വായി തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അഖിലൻ ആർടി എൻ്റെ നാട്ടിലാണ്, എൻ്റെ കൂടെ പഠിച്ച, ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ ഒരേ ബൈക്കിൽ പൊക്കോണ്ടിരുന്ന ആൾക്കാരാണ്. ഇതുവന്റെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ ലോകത്താദ്യമായിട്ട് ഭാര്യയും ഭർത്താവും വിഷയമായിട്ട് മാറുന്ന ആദ്യത്തെ ആളൊന്നും അല്ല അഖിലൻ ആർടി. പിന്നെ അവന് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അവന് കണ്ടന്റ് ചെയ്യുന്ന ക്രിയേറ്ററായിട്ട് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങി, അത് പൊട്ടി, അത് വേറെ കാര്യം. പക്ഷെ അവൻ കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള നിലയിൽ അവൻ അത്യാവശ്യം എല്ലാവരിലേക്കും എത്തിയ ഒരു വ്യക്തിയാണ്. ഇപ്പം നമ്മൾ ഒരേ നാട്ടുകാരാണ്, സുഹൃത്തുക്കളാണെങ്കിൽ പോലും വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്യുക, അവൻ അവൻ്റെതായ രീതിയിൽ നാട്ടിൽ അവൻ ചെയ്യുന്നു. എൻ്റെ പ്രേക്ഷകരെ പോലല്ല, അവൻ ഒരുപാട് ഫാമിലി ഓഡിയൻസും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരല്ലേ. അപ്പം അതാണ് ഇപ്പോഴത്തെ കണ്ടന്റ്. ഇവിടെ നാട്ടിൽ മൊത്തം ഇപ്പൊ ചർച്ച ചെയ്യുന്ന അഖിലൻ ആടിയുടെ പെണ്ണുപിള്ളയുടെ കേസാണ്. അവള് പോയി, അത് വേറെ കാര്യം. എന്താണ് അഖിലൻ ആടി വിഷയത്തിൽ സംഭവിച്ചത്? കൊല, ആടും പോയിനടാ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫിയർ ഉള്ള ആൾക്കാർ മാക്സിമം എത്താൻ പോകുന്ന ക്യാമറയ്ക്ക് പിന്നെ വരായിരിക്കും. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അല്ലെങ്കിൽ ക്യാമറമാൻ അവിടെ വരെ അവർക്ക് പറ്റത്തുള്ളൂ. ഞാൻ ഉള്ളിൽ ആഗ്രഹമുള്ളതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എത്തണം എന്റെ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എന്റെ മൈൻഡ് ബോഡി കണ്ടക്ട് ഒരു സംഭവമാണ് ഈ പറഞ്ഞ ഓവറാക്ട്. അത് പിന്നെ എന്റെ ഒരു സൈഡിലായിട്ട് പിന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു, എനിക്ക് ഓവറാക്ട് ചെയ്തത്. ഈ ഒരു ഫിയർ മാറ്റാനായിട്ട് ഒരാളുടെ ഒരു സപ്പോർട്ട് എടുക്കും, ഒരു കൗൺസിലറിനെ കാണും, ഒന്നും അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് മാറ്റിയെടുക്കും. ഓൾറെഡി ഇപ്പൊ കുറെയൊക്കെ മാറിയിട്ടുണ്ട്. പറഞ്ഞിട്ട് നേരത്തെ എനിക്ക് തരുന്നു, നേരത്തെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇത്രയും വ്യക്തമായിട്ടല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഉള്ളിനടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ വീഡിയോ കാണിച്ചതും ഞാൻ ഇവിടെ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതും അവൻ ഒരു പാവമാണ്. അവൻ എൻ്റെ നാട്ടുകാരനായതുകൊണ്ടും കൂട്ടുകാരനായതുകൊണ്ടും ഞാൻ പറയുന്നില്ല. നമ്മളൊക്കെ പറയുന്ന വാക്കുകളൊക്കെ ഭയങ്കരമായിട്ട് അവന് കൊള്ളും. കാരണം അവൻ അത്ര വലിയ കഠിന ഹൃദയനൊന്നുമല്ല. ഒരു പാവം പിടിച്ച ഒരു റേഷൻ കട പോലത്തെ ഒരു വീട്ടിൽ
ആ കടയുമായി ബന്ധപ്പെട്ട് റേഷൻ കട ഉള്ളത് കുറ്റം മോശമാണെന്നല്ല കേട്ടോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. വളരെ ഒത്തിരി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിതത്തിലോട്ട് കയറി വന്ന ഒരു പയ്യനാണ്. ഒരു വിവാഹം കഴിച്ചു. വിവാഹവും അങ്ങനത്തെ ബന്ധങ്ങളും അങ്ങനത്തെ റിലേഷൻഷിപ്പിൽ ഇപ്പം ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാം. ഡിവോഴ്സ്ഡ് ആവുന്നവരുണ്ടാവാം. അതൊന്നും പേഴ്സണൽ ലൈഫിലെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ പ്രവൃത്തിയുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത അവരുടെ ഇടയിലുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് അവർക്ക് സ്വന്തമായിട്ട് രണ്ടുപേർക്കും തീരുമാനം എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഉള്ള വിഷയങ്ങളായിരിക്കാം. നമ്മൾ ഒരാളെ കളിയാക്കി ഇങ്ങനത്തെ കാര്യത്തിനൊന്നും കളിയാക്കരുത്. ഭയങ്കര മോശമാണ്. അത് ഒരു മെയിൽ ഈഗോയെ ബാധിക്കും ഭയങ്കരമായിട്ട്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും കളിയാക്കാൻ പാടില്ല. ഇത് ഈ എല്ലാവർക്കും ഇതൊരു കണ്ടന്റാ. ഇപ്പൊ ഈ പറയുന്ന എന്നെ നിങ്ങൾ ഇതൊരു കണ്ടന്റ് ആയിട്ട് കാണുമായിരിക്കും. സാരമില്ല, കണ്ടാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഒരിക്കലും ആ പെങ്കൊച്ചിനെയും കുറ്റം പറയുന്നില്ല, ആ ആൺകൊച്ചിനെയും കുറ്റം പറയുന്നില്ല, ആരെയും കുറ്റം പറയുന്നില്ല. മനുഷ്യന്മാർക്ക് മനുഷ്യന്മാരുടേതായിട്ടുള്ള പല ചിന്തകളും അവരവരുടെ ജീവിതമുണ്ട്. അത് കണ്ടന്റ് ആക്കി ചെയ്യുമ്പോൾ പൈസ കിട്ടും, ഡോളർ കിട്ടും. പക്ഷെ പിച്ച് ചീന്തുന്ന രീതിയിലേക്ക് പോകരുത്. ആരെയും നമ്മൾ കുറ്റപ്പെടുത്തരുത് എന്നുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമായിരിക്കും. ഇതിന്റെ അടിയിൽ വന്ന് കണ്ണേ കമന്റ് ഇടുന്നവന്മാരുണ്ടായിരിക്കും. എനിക്കൊരു കൊട്ടയില്ല. ശരിക്കും പാവമാണ്, മനസ്സിന് കട്ടിയില്ലാത്ത വ്യക്തിയാണ്. ശരിക്കും ഞാൻ യൂട്യൂബിലടക്കം ഒരുപാട് വീഡിയോസ് കണ്ടു. പുള്ളിക്കാരനെ പറ്റി മോശമായിട്ടൊക്കെ കുറേ പേര് പറഞ്ഞിട്ട് വീഡിയോ. നമുക്കറിയത്തില്ല ഇവരുടെ ലൈഫിൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ നടന്നതെന്ന്. ഇതൊന്നും അറിയാതെ നമ്മൾ ശരിക്കും ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരുടെ ലൈഫിൽ എന്താണ് നടന്നതെന്ന് അവർക്ക് മാത്രമേ അറിയാവൂ. ഓക്കെ, എന്തൊക്കെയായാലും ആ പുള്ളിക്കാരി കാണിച്ചത് ഭയങ്കര ഒരു വലിയ തെറ്റ് തന്നെയാണ്. കാരണം ഇവിടെ കോടതിയുണ്ട്, നിയമമുണ്ട്, പോലീസുണ്ട്, ഇതൊക്കെയുണ്ട്. പുള്ളിക്കാരിക്ക് അഖിലിനെ വേണ്ടാന്നുണ്ടെങ്കിൽ അത് നിയമത്തിന്റെ വഴി തന്നെ പോകാമായിരുന്നു. ഇതിപ്പോ ശരിക്കും പുള്ളീനെ നാണം കെടുത്തുന്ന, പുള്ളിയുടെ ലൈഫ് തകർക്കുന്ന രീതിയിലോട്ട് അത് പോയി എന്നുള്ളതാണ് എന്തൊക്കെയായാലും. ഓക്കെ, അത് തെറ്റിനെ തെറ്റെന്ന് തന്നെ പറയണം. വിക്കി പറയുന്നുണ്ട് രണ്ടുപേരും കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ പെങ്കൊച്ച് കാണിച്ചത് തെറ്റ് തന്നെയാണ്, ഒരു കുറ്റം തന്നെയാണ് എന്തൊക്കെയായാലും. ഓക്കെ, എന്തായാലും അഖിലന്നാടി തിരിച്ചു വരട്ടെ. അഖിലന്നാടി നല്ല നല്ല വീഡിയോസുമായിട്ട് തിരിച്ചു വരട്ടെ. നമുക്ക് വിധിച്ചത് ഇനി നമുക്ക് ഈ കോണിൽ എവിടെ ഉണ്ടെങ്കിലും കിട്ടും. പിന്നെ സീക്രട്ടിന്റെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, അഖിലന്നാടി തന്നെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്, അവളെ കുറ്റപ്പെടുന്നത് പുള്ളിക്കാരനെ സഹിക്കുന്നത്. കാരണം അത്രയ്ക്ക് സ്നേഹിച്ചാണ്, ഒരുപാട് സ്നേഹിച്ചാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് എന്നാലും ഈ പെമ്പിള്ളേർക്കൊക്കെ എങ്ങനെ ഇങ്ങനെ പോകാൻ തോന്നുന്നു എന്നുള്ളതാണ് ശരിക്കും. നല്ലൊരു ഫാമിലിയിൽ വന്നു, നല്ലൊരു ലൈഫ് കിട്ടി. ഇതൊന്നും വേണ്ടാതെ ഒന്നും ഇല്ലാത്തൊരു ലൈഫിലോട്ട് പോയി കയറുന്നത് എന്തിനാണെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, എന്തിനാണ് ഇതൊക്കെ എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശമൊക്കെ നിങ്ങൾ ഇതിൽ വീഡിയോയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തും. വീഡിയോ ഇഷ്ടപ്പെടാൻ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, വീണ്ടും ഞാൻ മാപ്പ് വഹിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.